എല്ലാവർക്കും ചായ രുചി കലവറയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡിഷ് ചക്കക്കുരു കാളൻ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. തയ്യാറാക്കുന്ന വിധം: 6 ചക്കക്കുരു നന്നായി മോരിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തത് കഷ്ണങ്ങളാക്കിയിട്ട്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് കട്ടി തൈര്, 2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 4 പച്ചമുളക്, 2 സ്പൂൺ നെയ്യ്, കടുക് വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 സ്പൂൺ കടുക് ചെറിയ സ്പൂൺ, 2 ഉണക്കമുളക് കഷ്ണാക്കിയത്, കുറച്ച് വേപ്പില. തേങ്ങയും പച്ചമുളകും നന്നായി അരച്ചത്. വെണ്ണ പോലെ അരയ്ക്കുന്നൊക്കെയാണ് പറയുക ശരിക്കും. എന്നാൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ. ചക്കക്കുരു കുക്കറിലേക്ക് ഇടണം. കുരുമുളക് പൊടി ഇടുന്നു. ഉപ്പിടുന്നു. മഞ്ഞൾപ്പൊടി ഇടുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കുക്കറിൽ 2 വിസിൽ വരുന്നവരെ വയ്ക്കണം. കുക്കറിൽ 2 വിസിലടിച്ചതിന് ശേഷം അത് തുറന്ന് ആ സാധനം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇത് വറ്റുന്നവരെ വെക്കണം. ചക്കക്കുരു നന്നായി വെന്തു വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം തേങ്ങ ഒഴിച്ചിട്ട്. ഇനി തേങ്ങ നന്നായി വെന്ത് വറ്റണം. തേങ്ങ നന്നായി വെന്ത് വറ്റി. ഈ പരുവത്തിലാവുമ്പോൾ ഇതിലേക്ക് തൈര് ഒഴിക്കണം. നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി കുറുകി വരണം തൈര്. അതുവരെ തീ കത്തിച്ച് വല്ലാണ്ട് വലിയ തീയിൽ വെക്കരുത്, മീഡിയം തീയിൽ വയ്ക്കുക. എന്നിട്ട് തൈര് നന്നായി വറ്റുന്നവരെ വയ്ക്കുക. കാളൻ ഏതാണ്ട് ഒരുവിധം വറ്റി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി ഇതൊന്ന് വറ്റിയതിന് ശേഷം കുറച്ച് വറ്റിയാൽ മതി. അധികം വറ്റി കഴിഞ്ഞാൽ ഡ്രൈ ആവും. അത് വേണ്ട, കുറച്ച് വറ്റിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. കാളം പാകമായി കഴിഞ്ഞു.
നമുക്കിതിന് ഇറക്കി വയ്ക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം.